നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ പൊതുമേഖലാ ബാങ്കുകൾ 7000-ഓളം ശാഖകളുണ്ട്. ആ 7000-ഓളം ശാഖകളിൽ ഉദ്യോഗസ്ഥർ 30,000-ഓളം കുറവുണ്ട്, കരാർ ജോലിക്കാരുണ്ട്. പിന്നെ എങ്ങനെ 1-2 ദിവസം മാത്രം ഇമ്പാക്റ്റ് നിൽക്കുമെന്ന് പറയുന്നത് അതിനോട് യോജിക്കാൻ വ്യാപാരികൾക്ക് സാധ്യമല്ല, ഇവിടുത്തെ ജനവിഭാഗത്തിന് സാധ്യമല്ല. നമ്മളുടെ നിത്യവും ഹർത്താലും ബന്ധം നടത്തുന്നവർക്ക് ഞാനൊരു വ്യാപാരിയാണ് എങ്കിൽ പോലും ഒരു 24 hours അല്ലെങ്കിൽ 48 hours ഇച്ചിരി ബുദ്ധിമുട്ടണം. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അത് വ്യാപാരികൾ സഹകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇവിടെ ഹർത്താലും ബന്ധം നടത്തി ജില്ലകൾ തോറും മണ്ഡലം തോറും നടത്തുന്ന രാഷ്ട്രീയക്കാർക്കും മറ്റുള്ള പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവർക്കും എന്തുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ 48 മണിക്കൂർ സഹിച്ചുകൂടാ? ഇവിടെ ഒരു സ്തംഭനം പെട്ടെന്നുണ്ടായിരിക്കുന്നു. അതിപ്പോൾ 2 ദിവസമോ 3 ദിവസമോ ആണെങ്കിൽ ശരി, ഓക്കെ, നമുക്ക് അതിനോട് യോജിക്കാം. ഞങ്ങളെല്ലാം അതിനോട് യോജിക്കുന്നു. പക്ഷെ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതല്ല, ഇത് കൂടുതൽ ദിവസം നീണ്ടു നിൽക്കും. ഇത് ഏകദേശം മാസങ്ങളോളം ഈ സ്തംഭനാവസ്ഥ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു പോംവഴി എന്ന നിലയ്ക്കാണ് ഈ ഫ്രീ ഫ്ലോ മണി കുറച്ചുകൂടി ഇതാക്കണം. അന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു വ്യാപാരികൾ ഞങ്ങളിവിടെ പിന്നെ രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചോ ഭീകരവാദത്തെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല. ഞങ്ങളിവിടെ മാർക്കറ്റിൽ കണ്ട കാര്യം, ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഇപ്പം എൻ്റെ കടയിൽ പോലും വന്ന് സാധനം വാങ്ങിച്ചു, പൈസ ഇല്ലാന്ന് പറഞ്ഞു, 500 വന്ന് കൊണ്ടുപോകാൻ ഇനി പിന്നെ കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ അതിനോട് സഹകരിക്കാത്തതുകൊണ്ടാണ്. ഇപ്പം ഞങ്ങൾ സാധനം വാങ്ങിച്ചിട്ട് സാധനം കൊണ്ടുപോകാൻ പറഞ്ഞു, കൊടുക്കില്ല. സംശയിക്കട്ടെ, ആ 500 രൂപ വാങ്ങിയിട്ട് നിങ്ങൾക്ക് മാറിക്കൂടെ? അല്ല, ഞങ്ങൾക്ക് മാറുന്നതിന് വരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അതിനകത്ത് അവിടെയാണ് സംശയം. ഇന്നലെ തിരുവനന്തപുരത്തെ പല കടകളും 500 ആയാലും 1000 ആയാലും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ചിലർ 500 1000 എടുക്കില്ല എന്ന് എഴുതി വെച്ചു. ഇതിന് കൃത്യമായ ബില്ലുണ്ടെങ്കിൽ കൃത്യമായി ഇത് കൊടുക്കാമെങ്കിൽ ഇവർക്ക് വാങ്ങിക്കൂടെ? ഇല്ല, വ്യാപാരികൾക്ക് അവർക്കുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടുള്ള വ്യാപാരികൾക്ക് വേണമെങ്കിൽ കറണ്ട് അക്കൗണ്ടിലൂടെ ഇത് കയറ്റിവിടാൻ കഴിയും. പക്ഷേ അതിൻ്റെ നമ്മുടെയൊക്കെ ഈ കറണ്ട് അക്കൗണ്ടുള്ള ആളുകൾ കൃത്യമായി കണക്ക് സൂക്ഷിക്കും. അവരുടെ ടേൺ ഓവറിനെ ഇത് ബാധിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അവരുടെ ടേൺ ഓവറിനെയൊക്കെ ഇത് സാരമായി ബാധിക്കും. അവർ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആൾക്കാരുടെ നമ്മളൊരു സാധനം വാങ്ങുന്നു, അതിന് ബില്ലുണ്ട്, നമ്മൾ ആ കച്ചവടം ചെയ്തതിൻ്റെയാണ്, അതിൻ്റെ നികുതി നമ്മൾ സർക്കാരിന് അടയ്ക്കുന്നുണ്ട്, ബില്ല് കൊടുത്ത് നമ്മൾ വാങ്ങുന്നു. ബിഗ് ബസാർ ഇന്നലെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു 500 1000 എല്ലാം. എത്ര പേരെ കൊണ്ടുപോകാം? പാളയം ചന്തയിലെ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾ അവിടെ ചെല്ലുമ്പോൾ 500 1000 തന്നോ, ഞങ്ങൾ മാറിക്കോളാം, തന്നോ, ഞങ്ങൾ വാങ്ങിയ സാധനത്തിന് ഞങ്ങൾക്ക് തിരിച്ച് വാങ്ങാൻ ധൈര്യമുണ്ട് എന്ന് പാളയം മാർക്കറ്റിലെ മീൻ വിൽക്കുന്ന സ്ത്രീകൾ വാങ്ങിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറേ ആളുകൾ, കുറേയധികം ആളുകൾ വാങ്ങിയില്ല. കുറേ പേര് വാങ്ങിയില്ല, കുറേ പേര് വാങ്ങി. അല്ല, ഇതിനകത്ത് വേറെ സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു വ്യാപാരത്തിനകത്ത് പെട്ടെന്നൊരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു വലിയ വർധനവ്, അത് അവരുടെ മുമ്പ് ഉള്ള ടേൺ ഓവറിനെ അടക്കം ഒരുപാട് ബാധിക്കും. നമ്മുടെ കേരളത്തിലെ സെയിൽസ് അണ്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ വ്യാപകമായിട്ട് നടക്കുന്നു നികുതി വെട്ടിക്കാൻ വേണ്ടി. അത് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, പൊതുവെ കേരളത്തിൽ ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ നന്നായിട്ട് ഇത് ഒബ്സർവ് ചെയ്തിട്ടുള്ള. രാത്രി വന്ന് കിടന്നുറങ്ങി രാവിലെ 500-ൻ്റെ ഒരു നോട്ടുമായി റോഡിലിറങ്ങി പാല്, മീൻ ഇതെല്ലാം വാങ്ങി, അല്ലെങ്കിൽ കുട്ടികൾ കോളേജിലോ സ്കൂളിലോ പോകുന്ന കുട്ടികൾക്ക് അതിൻ്റെ ചില്ലറ മാറി കൊടുക്കുന്ന ഒരു സ്ഥിതി ഇന്നലെ നടന്നില്ല. അപ്പോൾ അത് പലർക്കും സാധാരണക്കാർക്ക് ഗ്രാമപ്രദേശത്ത് ബുദ്ധിമുട്ടുണ്ടായി. അതുപോലെ തന്നെ മാർക്കറ്റിൽ ചെന്നിട്ട് പല സാധനങ്ങൾക്കും 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് അറിഞ്ഞവർ കൊണ്ട് കൊടുക്കുന്നു, സാധാരണക്കാർ വാങ്ങുന്നില്ല. ഹോട്ടലുകൾ ഉച്ചയായപ്പോൾ അവരുടെ കയ്യിലിരുന്ന ചില്ലറ തീർന്നപ്പോൾ അവർ ബോർഡിട്ടു. ഉച്ചയൂണിന് ഇന്നലെ ഞാൻ കിളിമാനൂർ പ്രദേശത്തു നിന്ന് വരുന്ന ഗ്രാമപ്രദേശത്തു നിന്ന് ഒരു വ്യക്തിയാണ്. ആ ഭാഗത്തുള്ള മിക്ക ഹോട്ടലുകളിലും ബോർഡിട്ടു 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുള്ളവർ കയറരുത്, അല്ലെങ്കിൽ ചില്ലറ ഉള്ളവർ മാത്രം ഭക്ഷണം കഴിക്കാൻ വരും. കാരണം അവർക്ക് തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ല. ഈ വൈകുന്നേരം കൂലിവേലയും കഴിഞ്ഞിട്ട് വരുന്ന 500 രൂപയും കൊണ്ട് വരുന്നവർ, അവർക്ക് മീൻ വാങ്ങിക്കണം, പാവപ്പെട്ട തൊഴിലാളിയൊക്കെ, അവർക്ക് എങ്ങനെ സാധിക്കും? ഇവിടെ അവിടെ ഇരുന്നുകൊണ്ട് ചാനലിരുന്നുകൊണ്ട് ഒരു സാറ് പറഞ്ഞല്ലോ 2 ദിവസം വയർ മുറുക്കി കൊടുക്കണമെന്ന്. എങ്ങനെ മുറുക്കി കൊടുക്കും? കാരണം അന്നുള്ള 500 രൂപ കിട്ടുന്ന പൈസ കൊണ്ടാണ് അന്നന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അവരുടെ താണ് അവിടെ പോയിട്ട് ആ കടക്കാരാണ് എന്നാൽ ഇല്ലെങ്കിൽ എണ്ണ വാങ്ങിച്ചോണ്ട് 250 എണ്ണ വാങ്ങിച്ചോണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത്. ഈ വ്യാപാരി വ്യവസായ അവരാണ് ഏറ്റവും കൂടുതൽ ഈ സാധാരണക്കാർക്ക് വേണ്ടി സഹായിച്ചത്. പക്ഷേ അതുകൊണ്ട് ഒരു രാവിലെ 8 മണിക്കെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കാമായിരുന്നു. ഇത്തരത്തിലുള്ള ഈ രാത്രി 8 മണിക്ക് പ്രഖ്യാപിച്ചത് കൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല.
1000-500 നോട്ടുകൾ പിൻവലിച്ചതോടെ ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം മറ്റൊരു രീതിയിൽ പർവ്വതീകരിച്ചുകൊണ്ട് കൂടുതൽ ദുരിതത്തിലേക്ക് എത്തിക്കാതെ എല്ലാവർക്കും അവരവരുടെ അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ ഈ ബുദ്ധിമുട്ടുകളും കുറഞ്ഞ സമയം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സർക്കാരുള്ളത്. അതിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി ജനം സഹകരിക്കുമെന്നും ഈ ചർച്ചയിലൂടെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.